ഹലോ, എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമുക്ക് കുട്ടികൾക്കെല്ലാം ഏറെ ഇഷ്ടമാവുന്ന ഒരു സിമ്പിൾ ആൻഡ് ഈസി പാൻകേക്ക് ഉണ്ടാക്കിയാലോ. ഇതിനു വേണ്ടിയിട്ട് ഞാനിവിടെ 1 കപ്പ് മൈദ എടുത്തിട്ടുണ്ട്, അല്ലെങ്കിൽ ഓൾ പർപ്പസ് ഫ്ലോർ ആയാലും മതി. പിന്നെ നമുക്ക് 1/4 ടീസ്പൂൺ ഉപ്പ് വേണം, 2 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ വേണം, 2 ടേബിൾ സ്പൂൺ പഞ്ചസാര വേണം. പിന്നെ നമുക്ക് ലിക്വിഡ് ഇൻഗ്രീഡിയൻറ്റ് 1.5 കപ്പ് പാല് വേണം, 2 ടേബിൾ സ്പൂൺ ബട്ടർ മെൽറ്റ് ചെയ്തത് വേണം, 1 ടീസ്പൂൺ വാനില എസൻസ് വേണം, പിന്നെ 1 മുട്ട. ഇനി നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന പാലിലേക്ക് ബാക്കിയുള്ള വെറ്റ് ഇൻഗ്രീഡിയൻസ്, അതായത് മെൽറ്റ് ചെയ്ത ബട്ടർ, വാനില എസൻസ്, മുട്ട, ഇത് 3ഉം ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യണം കേട്ടോ. പിന്നെ ഈ ഇൻഗ്രീഡിയൻസ് നമ്മൾ എടുക്കുന്നതെല്ലാം റൂം ടെമ്പറേച്ചറിലായിരിക്കാൻ വേണ്ടി പ്രത്യേകം ശ്രദ്ധിക്കണം കേട്ടോ. മെൽറ്റഡ് ബട്ടർ ഇല്ലെങ്കിൽ നിങ്ങൾക്ക് അതിന് പകരം ഓയിൽ യൂസ് ചെയ്യാം, പക്ഷേ വെളിച്ചെണ്ണ യൂസ് ചെയ്യാൻ പാടില്ല എന്നേ ഉള്ളൂ. ഈ പാൻകേക്ക് നമുക്കൊരു 10 മിനിറ്റിനുള്ളിൽ റെഡിയാക്കാം കേട്ടോ. ഇത് നമുക്ക് സ്കൂളിൽ ടിഫിൻ ബോക്സിൽ അല്ലെങ്കിൽ മോർണിംഗ് ബ്രേക്ക്ഫാസ്റ്റ്, ഈവനിങ് സ്നാക്ക് എങ്ങനെ വേണേലും കഴിക്കാം. വലിയവർക്ക് ഇത് ഇഷ്ടപ്പെടും കേട്ടോ. ഇനി ഒരു വലിയ ബൗൾ എടുത്ത് അതിലേക്ക് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന ഡ്രൈ ഇൻഗ്രീഡിയൻസ് എല്ലാം ചേർത്തിട്ട് മിക്സ് ചെയ്യണം. അതായത് മൈദ, ഉപ്പ്, ബേക്കിംഗ് പൗഡർ, പഞ്ചസാര, ഇതെല്ലാം ചേർത്തിട്ട് ഒരു ഫോർക്ക് അല്ലെങ്കിൽ സ്പൂൺ വെച്ചിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക. മിക്സ് ചെയ്തിട്ട് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന വെറ്റ് ഇൻഗ്രീഡിയൻറ്റ് മിക്സ് ഇല്ലേ, അതിൻ്റെ പകുതി ഒഴിച്ചിട്ട് ഇതിലേക്ക് ചേർത്ത് ഇളക്കുക. ഈ പാൻകേക്ക് ബാറ്ററിൻ്റെ കൺസിസ്റ്റൻസി എന്ന് വെച്ചാൽ നമ്മുടെ ഇഡ്ഡലി മാവിൻ്റെ പരുവം കേട്ടോ. അധികം തിക്കും അല്ല, അധികം ലൂസും അല്ലാത്ത മാതിരി ഇരിക്കണം. ഇപ്പം നമ്മൾ ചിലപ്പം എടുക്കുന്ന മൈദയ്ക്ക് അനുസരിച്ചിട്ട് നമ്മൾ ഈ മിക്സ് ചെയ്യുമ്പോൾ കുറച്ച് തിക്കായിരിക്കും ബാറ്റർ. അങ്ങനെയാണെങ്കിൽ കുറച്ചും കൂടി പാല് ചേർത്താൽ മതി അതിൽ. നമ്മളിനി ബാക്കിയിരിക്കുന്ന വെറ്റ് ഇൻഗ്രീഡിയൻറ്റ് ഇതിൽ ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക. ഇതിൽ കട്ട കെട്ടാതെ ഇളക്കിയെടുക്കണം കേട്ടോ. ചെറിയ ചെറിയ തരികളൊന്നും കുഴപ്പമില്ല. ഇതാ ഇതിൻ്റെ കൺസിസ്റ്റൻസി ഇതുപോലെ ഇരിക്കണം നമ്മൾ മിക്സ് ചെയ്യുമ്പോൾ. ഇനി ഒരു പാൻ അല്ലെങ്കിൽ തവ വെച്ച് ചൂടാക്കിയിട്ട് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന ബാറ്റർ ഒരു തവി ഒഴിക്കുക. ഇത് സ്പ്രെഡ് ചെയ്യേണ്ട ആവശ്യമില്ല. ഇത് നോൺ സ്റ്റിക്ക് തവി ആയതുകൊണ്ട് ഞാൻ ബട്ടർ തേക്കുന്നില്ല കേട്ടോ. ഇല്ലെങ്കിൽ കുറച്ച് ബട്ടർ തേച്ചിട്ട് ബാറ്റർ ഒഴിക്കണം. ഇതുപോലെ ബബിൾസ് വരുമ്പോൾ ഇത് തിരിച്ചിടുക. കണ്ടില്ലേ, ബാക്ക് സൈഡ് നല്ല ഗോൾഡൻ ബ്രൗൺ ആയിട്ടിരിക്കുന്നത്. ഇനി ഒരു 2 മിനിറ്റ്സ് കഴിയുമ്പോഴത്തേക്കും മറ്റേ സൈഡും റെഡിയാവും. ഇത് ജാം, ന്യൂട്ടല്ല, തേൻ എന്തിൻ്റെ കൂടെ വേണമെങ്കിലും കഴിക്കാം കേട്ടോ.